ഇത് ഒരു 10 ഗ്രാം അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ സിഡോമോണസ് പിന്നെ പൗഡറായിട്ട് കിട്ടും, അതുപോലെ തന്നെ ലിക്വിഡായിട്ടും കിട്ടും. ബിവേറിയയും അതുപോലെ ലിക്വിഡായിട്ടും 2 രീതിയിലും കിട്ടും. അപ്പോൾ പൗഡറായിട്ട് വരുന്നത് ഒരു 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഇലകളിൽ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 15 ദിവസം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പൂർണ്ണമായിട്ട് നമുക്ക് ഈ ജൈവ കൃഷിയിലൂടെ തന്നെ, ജൈവ പ്രയോഗത്തിലൂടെ തന്നെ നമുക്ക് ഈ പയറിനെയും കൃഷികളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ആദ്യം ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത പല പല ഘട്ടങ്ങളായിട്ടാണ് ഇപ്പോൾ ഈ പയർ നട്ടിരിക്കുന്നത്. അപ്പോൾ ചിലതൊക്കെ കിളിർത്ത് വള്ളി വീശി ഇങ്ങനെ തുടങ്ങുന്നതേ ഉള്ളൂ, പൂത്തൊന്നും വന്നിട്ടില്ല. മറ്റേതെന്ന് വെച്ചാൽ അതിന് കുറച്ചുകൂടി പ്രായം കുറഞ്ഞതുകൊണ്ട് അത് കിളുത്ത് വരുന്നതേ ഉള്ളൂ. അതുമൊക്കെ ഇപ്പം നല്ല രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ